everyone. എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. 1000 വേക്കൻസീസുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും തിരക്കിട്ട് SBI PO ആൻഡ് ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. ശരിക്കും ആ ഒരു പ്രിപ്പറേഷന് എക്സ്ട്രാ ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് തരുന്നത്. അതേ സെയിം സിലബസ് അല്ലെ? എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ബാങ്ക് എക്സാമിന് സിലബസ് സെയിം ആണെങ്കിലും ഒരുപാട് എക്സാംസ് ആണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു ടൈമിൽ തരിക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, എന്താണ് ഈ നോട്ടിഫിക്കേഷൻ, എന്താണ് ഈ ക്രെഡിറ്റ് ഓഫീസർ, എല്ലാം നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് എന്തൊക്കെയോ കോഴ്സ് സെപ്പറേറ്റ് പഠിക്കണോ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അപ്പൊ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ റിക്രൂട്ട്മെന്റ് ഓഫ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 അപ്പോൺ പാസിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഒന്നുമില്ല, നമ്മളുടെ സെയിം ബാങ്ക് എക്സാമിന്റെ സിലബസ് തന്നെ നമുക്കിപ്പോൾ എക്സാം നടക്കും. പക്ഷെ എക്സാം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സ് പാസ്സാകണം. ആ കോഴ്സിന്റെ കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പഠിക്കും? അപ്പൊ അതിനെല്ലാം ഉള്ള അറേഞ്ച്മെന്റ് നമുക്ക് ബാങ്ക് ചെയ്തു തരുന്നതായിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഓഫീസർ ആണ്, ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1. ഓക്കെ, JMGS സ്കെയിൽ 1. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് മുതലാണ് സ്റ്റാർട്ട് ആകുന്നത്? നമുക്ക് 30/1/2025 മുതൽ 20/2/2025 വരെ, ജനുവരി 30 മുതൽ ഫെബ്രുവരി 20 വരെയാണ് 2025. ഫെബ്രുവരി 20 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അത് തന്നെയാണ് നമ്മളുടെ ഫീ അടയ്ക്കാനുള്ള ഡേറ്റും അത് തന്നെയാണ്. നമ്മളുടെ എന്നാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക, അല്ലെങ്കിൽ എന്നായിരിക്കും നമ്മളുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, എല്ലാം അവർ പിന്നീട് അറിയിക്കും എന്നാണ് നമ്മളോട് നോട്ടിഫിക്കേഷൻ ത്രൂ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളുടെ വേക്കൻസി ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 1000-ഓളം വേക്കൻസീസ് ഉണ്ട്. എങ്കിലും ഓരോ കാറ്റഗറിക്ക് എത്രയാണ് വേക്കൻസി എന്ന് നോക്കാം. ഇവിടെ നമ്മളുടെ പോസ്റ്റ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം ജനറൽ ബാങ്കിങ്, SCക്ക് 150 വേക്കൻസി, STക്ക് 75, OBC 270, EWS 100, ജനറൽ 405, അങ്ങനെ ടോട്ടൽ 1000 വേക്കൻസീസ് ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത്. ശരിക്കും ഒരു ബൾക്ക് വേക്കൻസി തന്നെയാണ്. ഇനി നമ്മളുടെ പോസ്റ്റും പേ സ്കെയിലും ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം ആൻഡ് ദി ഗ്രേഡ് അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറയുന്നത് JMGS നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് ഓഫീസർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പേ സ്കെയിൽ തന്നെയായിരിക്കും. ഇവിടെ ബേസിക് പേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 48,480 ആണ് നമ്മളുടെ ബേസിക് പേ വരിക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ബെറ്റർ സാലറി തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. യെസ്, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദി റിക്രൂട്ട്മെന്റ് ഈസ് ബീങ് കണ്ടക്ടഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ദി പോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം. ദി അപ്പോയിന്റ്മെന്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദി ബാങ്ക് ആസ് ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1. നേരത്തെ നമ്മൾ പറഞ്ഞു JMGS സ്കെയിൽ 1 ലേക്കായിരിക്കും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക. സബ്ജക്ട് ടു ദെയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ദി 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കോഴ്സ്. അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? പാസ്സായെങ്കിലാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക? പോസ്റ്റിംഗ് കിട്ടുക. ത്രൂ എംപാനൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി, അത് നമ്മൾ സെപ്പറേറ്റ് പോയി പഠിക്കേണ്ട. നമ്മൾ ഈ ഒരു എക്സാംസ് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ബാങ്ക് ത്രൂ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദി ബാങ്ക് വിൽ അലോക്കേറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ടു എലിജിബിൾ കാൻഡിഡേറ്റ്സ്. അല്ലാതെ നമ്മൾ സ്വയം പോയി പഠിക്കണോ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എക്സാം എഴുതുക, നമ്മൾ എക്സാം ക്വാളിഫൈ ആയി കഴിയുമ്പോൾ ബാങ്ക് തന്നെ എന്ത് ചെയ്യും? നമുക്ക് എലിജിബിൾ കാൻഡിഡേറ്റ്സിന് ഇന്ന യൂണിവേഴ്സിറ്റീസിന് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ആസ് പെർ ഇന്റേണൽ പ്രോസസ് ഓഫ് ദി അലോക്കേഷൻ. Candidates fulfilling the required eligibility may apply online through the link. അപ്പോൾ നമുക്ക് ബാങ്കിന്റെ വെബ്സൈറ്റ് ത്രൂ എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം? നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? നമ്മുടെ നാഷണാലിറ്റി എന്തായിരിക്കണം? ഇന്ത്യൻ ഓർ നേപ്പാൾ ഓർ ഭൂട്ടാൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതാണ് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആസ് ഓൺ 30/11/2024. അതായത് 2024 നവംബർ 30-നകം നമ്മൾ എന്തായിരിക്കണം? നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ പോസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം. നമ്മളുടെ ഏജ് എന്ന് പറയുന്നത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. അതായത് എക്സാക്ട് ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 30/11/1994 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 30/11/2004. അതായത്
30/11/1994 മുന്നെയും അതേപോലെ തന്നെ 30/11/2004 ശേഷവും ഉള്ളവരായിരിക്കരുത്. 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 20 to 30 ഇയേഴ്സ് ആണ് ഏജിന്റെ ക്രൈറ്റീരിയ പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ എ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. നമ്മുടെ ബാങ്ക് എക്സാമിന്റെ എല്ലാത്തിന്റെയും ക്വാളിഫിക്കേഷൻ എന്താണ്? എനി ഡിഗ്രി ആണ്. ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫ്രം എ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് 60% മാർക്ക് ഓർ ഇക്വലന്റ് ഗ്രേഡ്. അപ്പം മിനിമം എത്ര ഉണ്ടായിരിക്കണം? നമുക്ക് 60% ഉണ്ടായിരിക്കണം ഡിഗ്രിക്ക്. ആൻഡ് 55% ഫോർ SC, ST, OBC ആൻഡ് PWBD. അപ്പം നമുക്ക് എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, അത് ഏത് ഡിഗ്രി ആകാം. മിനിമം 60% മാർക്ക് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഡിഗ്രിക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതായിരിക്കണം. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ദി കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് എ വാലിഡ് മാർക്ക് ഷീറ്റ് ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഷീ ഗ്രാജുവേറ്റ് ഓൺ ദി ഡേ registers and indicate that percentage of marks obtained in the graduation while registering online. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആ ഒരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് കൊടുക്കാനുണ്ടായിരിക്കും. നമുക്ക് പെർസെൻറ്റേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? നമ്മളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം. ഓക്കെ, ഇനി അപ്പർ ഏജ് റിലാക്സേഷൻ ലിമിറ്റ് എത്രയാണ്? നമുക്ക് SC, ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷം, OBC നോൺ ക്രീമിലെയർ ആണെന്നുണ്ടെങ്കിൽ 3 വർഷം, അതേപോലെ തന്നെ PWBD ആണെന്നുണ്ടെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ബാക്കിയുള്ള ബാങ്ക് എക്സാംസ് പോലെ തന്നെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷയുള്ളൂ. നമ്മൾ സാധാരണ ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രിലിംസ് ഉണ്ടാകും, മെയിൻസ് ഉണ്ടാകും. ഇപ്പോൾ IBPS PO ആണെങ്കിൽ നമുക്കൊരു പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. SBA POയിലേക്ക് വരുമ്പോഴും പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഇവിടെ പ്രിലിംസും മെയിൻസും ഒന്നും ഇല്ല, ഒരൊറ്റ പരീക്ഷ. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പരീക്ഷ എന്ന് പറയുന്നത് മെയിൻസ് ലെവലായിരിക്കും. നമ്മളോട് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സെലക്ഷൻ വിൽ ബി ത്രൂ ഓൺലൈൻ ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പോൾ ഒരൊറ്റ പരീക്ഷ, അതിലൂടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും അവർ നടത്തും, പിന്നെ എന്തുണ്ടായിരിക്കും? ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു കടമ്പയില്ല, ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. ദി സ്ട്രക്ചർ ഓഫ് ദി എക്സാമിനേഷൻ വിച്ച് വിൽ ബി കണ്ടക്റ്റഡ് ഓൺലൈൻ. ഇപ്പോൾ ഓൺലൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ബാങ്ക് എക്സാമിന്റെ സെയിം സിലബസ് ആണ്. നോക്കിക്കേ, ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് ആൻഡ് 25 മിനിറ്റ്സ്. QA 30 questions 30 marks and 25 minutes. Reasoning ability 30 questions 30 marks and 25 minutes. General awareness, that means general awareness plus banking awareness, again 30 questions and 30 marks and 15 minutes. ഇത്രയാണ് നമ്മളുടെ ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ നമ്മളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസും മാക്സിമം മാർക്ക് 120 മാർക്സും ആണ്. ഓക്കെ, ഈ 4 സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ ബാങ്ക് എക്സാംസിന് എല്ലാ എക്സാംസിനും നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഇനി അത് കൂടാതെ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, IBPSന്റെ പോലെ തന്നെ. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു ലെറ്ററും ഒരു എസ്സേയും ആയിരിക്കും. അതിന് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 30 ആണ്, 2 ക്വസ്റ്റ്യന് 30 മാർക്കും. നമുക്കിവിടെ മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി രണ്ടിലും കാണും. രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ട്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാം അറ്റൻഡ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ 4 സബ്ജക്റ്റും അതിനുശേഷം എന്തുണ്ടായിരിക്കും? ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ നോക്കിക്കേതേണ്ട, ഇത് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരിക്കും. എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും, അല്ലെ? അതെന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത്? അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ബാക്കി എന്താ പറഞ്ഞേക്കുന്നതെന്ന്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് മേ ബി ഇവാലുവേറ്റഡ് ബൈ ആൻ ഓട്ടോമാറ്റഡ് സ്കോറിംഗ് മെക്കാനിസം ഫോർ ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു റൈറ്റിംഗ് പ്രൊഫഷൻസി. അപ്പോൾ ഒരു എന്താ പറയുക, അത് നോക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് മെക്കാനിസം ഉണ്ടായിരിക്കും, ഒരു സ്കോറിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഈസ് ഡ്യൂലി വാലിഡേറ്റഡ് ആൻഡ് ഇവാലുവേറ്റ്സ് ദി പ്രൊഫഷൻസി ഓഫ് ടെസ്റ്റ് ടേക്കേഴ്സ് ഇൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ആ ഒരു ടെസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നമ്മളുടെ എക്സാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തില്ല? നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇനി നമ്മളുടെ കട്ട് ഓഫ് സ്കോർ എങ്ങനെയാണ്? ടോട്ടൽ കട്ട് ഓഫ് ആണോ, അതോ ഇനിയും നമുക്ക് ടോട്ടൽ കട്ട് ഓഫ് ഇല്ല, മീൻസ് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടോ? ടോട്ടൽ കട്ട് ഓഫ് അല്ല, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടോ? ഈച്ച് കാൻഡിഡേറ്റ് വിൽ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ മിനിമം സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ്. അപ്പൊ എന്തുണ്ട്? സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ ആൻഡ് ഓൾസോ എ മിനിമം ടോട്ടൽ സ്കോർ ടു ബി കൺസിഡേർഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ്. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും, ഓവറോൾ കട്ട് ഓഫ് ഉണ്ടായിരിക്കും.
ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് വേക്കൻസീസ് അവൈലബിൾ കട്ട് ഓഫ് വിൽ ബി ഡിസൈഡഡ്. അപ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ട്, എത്ര പേര് അപ്ലൈ ചെയ്തു, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് കട്ട് ഓഫ്. ഇത് കുറെ നമ്പർ ഓഫ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കട്ട് ഓഫ് വരിക. കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഫർദർ പ്രോസസ്. Prior to the completion of the interview process, scores obtained in the online examination will not be shared with the candidates. അപ്പം നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിയുന്നതിന് മുന്നേ നമ്മുടെ സ്കോർ എന്ത് ചെയ്യില്ല, പബ്ലിഷ് ചെയ്യില്ല. അത് എല്ലാ ബാങ്കിനും അങ്ങനെ തന്നെയാണ്. Decision of the bank in shortlisting and calling number of candidates for common interview shall be final. അപ്പോൾ അത് ബാങ്ക് ആയിരിക്കും തീരുമാനിക്കുക. അപ്പം നമുക്കൊരു സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും, ഓവറോൾ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഇനി ഇന്റർവ്യൂ എങ്ങനെയാണ്? നമ്മളുടെ ഇന്റർവ്യൂ, ദി ബാങ്ക് വിൽ കണ്ടക്ട് ദി പേഴ്സണൽ ഇന്റർവ്യൂ ഫോർ ഓൾ ദി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ആഫ്റ്റർ ദി ഓൺലൈൻ ടെസ്റ്റ്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിന് ശേഷം അവർ കട്ട് ഓഫ് നിശ്ചയിക്കും. ആ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിനും എന്തുണ്ടായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ടോട്ടൽ മാർക്ക് allotted for interview will be 50. Minimum qualifying marks will be 55% for general. അപ്പോൾ അതായത് 50 മാർക്കിലാണ് നമ്മളുടെ ഇന്റർവ്യൂ വരിക. അപ്പം മിനിമം മാർക്ക് ഉണ്ട് എന്തിന്, ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്യണം. അതിന്റെ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 50% ഫോർ ജനറൽ ആൻഡ് EWS കാറ്റഗറി ആൻഡ് 45% ഫോർ SC ST OBC ആൻഡ് PWBD. അപ്പോൾ 50% മാർക്ക് നിങ്ങൾക്ക് എന്തിനുണ്ടായിരിക്കണം, നമ്മളുടെ ഇന്റർവ്യൂവിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മളുടെ ഫൈനൽ സെലക്ഷൻ എങ്ങനെയായിരിക്കും? ഫൈനൽ സെലക്ഷൻ ഓഫ് ദി കാൻഡിഡേറ്റ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ദി മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് ഇൻ ദി ഓൺലൈൻ എക്സാമിനേഷൻ. അപ്പോൾ നമ്മളുടെ ഓൺലൈൻ എക്സാമിനേഷനിൽ കിട്ടിയ മാർക്കിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ പേഴ്സണൽ ഇന്റർവ്യൂവിന് നമുക്ക് എത്ര മാർക്ക് കിട്ടി അതിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇൻ കേസ് ഓഫ് ഈക്വൽ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 2 or more candidates while preparing the final merit list. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 കാൻഡിഡേറ്റ്സിന് ഒരേ മാർക്ക് കിട്ടിയാൽ അവർ ഏതായിരിക്കും എടുക്കുക? ഓർഡർ ഓഫ് സച്ച് ഗ്രൂപ്പ് കാൻഡിഡേറ്റ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ദി മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദി ഓൺലൈൻ എക്സാമിനേഷൻ. അപ്പം അവർ രണ്ടുപേരുടെയും ഓൺലൈൻ എക്സാമിനേഷനിൽ ആർക്കാണ് മാർക്ക് കൂടുതൽ എന്നായിരിക്കും നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലിസ്റ്റ് വരിക. ഇനിയും ഹയർ മാർക്സ് ഇൻ ദി ഓൺലൈൻ എക്സാമിനേഷൻ വിൽ ബി പ്ലേസ്ഡ് ഇൻ ദി ഹയർ മെറിറ്റ് ലിസ്റ്റ്. നമുക്ക് അറിയാവുന്ന കാര്യമാണത്. ഇനി മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദി ഓൺലൈൻ എക്സാം ആർ ഓൾസോ ഈക്വൽ, ദി മെറിറ്റ് ഓർഡർ വിൽ ബി ബേസ്ഡ് ഓൺ ദി ഡേറ്റ് ഓഫ് ബർത്ത്. ഇനിയും മാർക്ക് ഒന്നാണെങ്കിലോ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ലിസ്റ്റ് വരിക. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്താണ് ഈ PGDBF? ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ, അതായത് നമുക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക, നമുക്കൊന്ന് നോക്കാം. After final selection of the candidates, they have to mandatorily pass the PGD, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, PGDBF കോഴ്സ്. 1 year കോഴ്സാണ്. നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് പാസ്സായി ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 1 year ട്രെയിനിങ് നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ട്രെയിനിങ്ങിൽ ഈ PGDBF കോഴ്സ് നമ്മൾ എന്തായിരിക്കണം, നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. ആ കോഴ്സ് എന്ന് പറയുന്നത് 9 മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങും അതേപോലെ തന്നെ 3 മാസം ഓൺ ജോബ് ട്രെയിനിങ്ങും ആയിരിക്കും. ഒരു വർഷത്തിൽ 9 മാസം നമ്മളെ ക്ലാസ് റൂമിൽ ഇരുത്തി കംപ്ലീറ്റ് കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷം 3 മാസം നമുക്ക് ഓൺ ജോബ് ട്രെയിനിങ് ആയിരിക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, പെർമനന്റ് ജോബ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇനിയും ഈ കോഴ്സ് പഠിക്കാനായിട്ട് അതിൻ്റെ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, അതായത് നമുക്ക് പേയ്മെന്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക, അപ്പോൾ എത്ര രൂപയൊക്കെ ആകും? ദി എമൗണ്ട് ഓഫ് കോഴ്സ് ഫീ ടു ബി പെയ്ഡ് ബൈ ദി കാൻഡിഡേറ്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഷോൾ ബി ഇൻഫോംഡ് ലേറ്റർ. അപ്പം അത് എത്രയാണ് എന്നുള്ളത്, അതായത് കോഴ്സ് ഫീ എത്രയാണ്, അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ ഓഫ് പേയ്മെന്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നീട് ബാങ്ക് നമ്മളെ അറിയിക്കുന്നതായിരിക്കും. The course fee will be including lodging, boarding expense and education fee for whole 9 months and attain postgraduate diploma in banking and finance. And candidate will be given diploma certificate from the engaged university. ഇപ്പോൾ ബാങ്ക് ആണ് നമുക്ക് ആ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ 9 മാസത്തെ ട്രെയിനിങ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എക്സ്പെൻസ് ആയിരിക്കും പറയുക. അപ്പം നമ്മളുടെ അവിടെ താമസിക്കുന്നതിൻ്റെ, നമ്മളുടെ ഫുഡ്, നമ്മളുടെ കോഴ്സ് ഫീ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പറയുക. അത് ഒരു ടെൻഷേറ്റീവ്ലി ബിറ്റ്വീൻ 3 lakh to 4 lakhs ആയിരിക്കും. അയ്യോ, അത്രയും വലിയ എമൗണ്ട് ആണോ? അപ്പം ഞങ്ങളുടെ കയ്യിൽ അത്രയും ഇല്ലെങ്കിലോ? അപ്പം അതിനൊക്കെ ബാങ്ക് നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്ക്ലൂസീവ് ഓഫ് GST കൂടാതെ 3 to 4 lakhs ആയിരിക്കും മിനിമം നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിന് വേണ്ടിയിട്ട് വരിക. The selected candidates shall have to pay the course fee to institute as per the payment terms of the training university. അപ്പോൾ അത് നമ്മളോട് എങ്ങനെയാണെന്നുള്ളത് അറിയിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, പേ ചെയ്യേണ്ടി വരിക.
The selected candidates will have the option to pay the course fee from their own sources or availing educational loan. ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആ ഫീ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സോ ക്യാഷ് അത്രയും ക്യാഷ് എൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യാതെ ഇരിക്കേണ്ട. കാരണം നമുക്ക് ബാങ്ക് തന്നെ എന്ത് ചെയ്യും, നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യും. ഒന്നുകിൽ നമുക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതർ ബാങ്ക്. അത് നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് എഡ്യൂക്കേഷൻ ലോൺ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. ദി ബാങ്ക് മേ ഗ്രാന്റ് എഡ്യൂക്കേഷണൽ ലോൺ ടു ദി കാൻഡിഡേറ്റ് സബ്ജക്ട് ടു ദി എലിജിബിലിറ്റി ആസ് പെർ പ്രിവെയിലിംഗ് സ്കീം ഗൈഡ് ലൈൻസ് ആസ് ടു ദി ലോൺ ക്വാണ്ടം, മാർജിൻ, സെക്യൂരിറ്റി, ഡോക്യുമെന്റേഷൻ. അപ്പം ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് ബേസ്ഡ് ഓൺ ദി ഔട്ട്കം ഓഫ് സിബിൽ റിപ്പോർട്ട്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും ഒരു ഡീസന്റ് സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ബാങ്ക് ജോലിക്ക് അല്ലെങ്കിൽ ജോയിനിങ്ങിന്റെ ടൈമിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ദി ഇൻട്രസ്റ്റ് ചാർജ് വിൽ ബി ആസ് പെർ ദി എഡ്യൂക്കേഷൻ ലോൺ സ്കീം. അത് ലോൺ സ്കീമിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യും, എഡ്യൂക്കേഷൻ ലോൺ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് റീഇംബേഴ്സ്മെന്റ് ഓഫ് ദി കോഴ്സ് ഫീ. യെസ്, നമ്മൾ അടച്ച പൈസ കോഴ്സ് ഫീ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. ആഫ്റ്റർ ദി സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് 5 years ഇൻ ബാങ്ക് ബൈ ദി ഓഫീസർ, ദി ബാങ്ക് വിൽ റീഇംബേഴ്സ് ദി കോഴ്സ് ഫീ ഓൺലി. അപ്പോൾ നമ്മൾ 5 വർഷം നമ്മളെ ക്രെഡിറ്റ് ഓഫീസർ ആയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 വർഷം ബാങ്കിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സ് ഫീ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. എക്സ്ക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് GST ടു ദി സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ്. അപ്പം അവിടെ കംപ്ലീറ്റ് ആക്കിയ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, ആ കോഴ്സ് ഫീ തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഓൺലി ദി കോഴ്സ് ഫീ വിൽ ബി റീഇംബേഴ്സ്ഡ് ആൻഡ് നോ അതർ അഡീഷണൽ ചാർജസ് വിൽ ബി കൺസിഡർഡ് ഫോർ റീഇംബേഴ്സ്മെന്റ്. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ GST ഒന്നും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ കോഴ്സ് ഫീ എത്രയാണോ അത് നമ്മൾ 5 വർഷം അവിടെ ബാങ്കിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ഫിറ്റ്നസ്സും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. Document verification of candidate shall be done at any of the administrative office of our bank. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരിക്കും മെഡിക്കൽ ഫിറ്റ്നസ് സബ്മിറ്റഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ദി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഏത് കാറ്റഗറി ആണോ അപ്ലൈ ചെയ്യുന്നത് ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, 10th +2. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്ത് വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് കോഴ്സ് കരിക്കുലം എങ്ങനെയാണെന്ന് നോക്കാം. ദി കോഴ്സ് പീരീഡ് ഓഫ് ദി എബോവ് സെറ്റ് പോസ്റ്റ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കോഴ്സിന്റെ 1 year ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ 9 മാസം എന്ന് പറയുന്നത് ക്യാമ്പസ് ട്രെയിനിങ് ആണ്, ഒരു ക്ലാസ് റൂം പ്രാക്ടീസ് ആണ്, ക്ലാസ് റൂം പ്രോഗ്രാം, ആൻഡ് 3 months ഓഫ് ഓൺ ജോബ് ട്രെയിനിങ് അറ്റ് ബ്രാഞ്ചസ് ഓർ ഓഫീസസ് ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അവരുടെ ബ്രാഞ്ചിലോ ഓഫീസിലോ ആയിട്ടായിരിക്കും ബാക്കി 3 മാസത്തെ ട്രെയിനിങ് നമുക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. On the successful completion of the course, the candidate will be awarded postgraduate diploma in banking and finance. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അത് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും അത് കൂടാതെ നമ്മളെ എന്ത് ചെയ്യും, ഇൻജക്റ്റഡ് ഇൻ ടു ദി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യസ് ക്രെഡിറ്റ് ഓഫീസർ ഓൺ പ്രൊബേഷൻ. ദാറ്റ് മീൻസ് ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 പോസ്റ്റിലേക്ക് നമ്മളെ എന്ത് ചെയ്യുന്നതായിരിക്കും, ബാങ്ക് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ബാങ്ക് എക്സാമിന് പഠിക്കുന്ന സിലബസ് പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതുക, ഇന്റർവ്യൂ പാസ്സാകുക, അതിനുശേഷം ഒരു 1 year ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതിൽ 9 months ക്ലാസ് റൂം പ്രോഗ്രാം ആയിരിക്കും, 3 മാസം അവരുടെ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഓഫീസസിൽ നമുക്കൊരു ട്രെയിനിങ് തരും. അതിനുശേഷം അതേപോലെ നമ്മൾ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എക്സാം നമ്മൾ പാസ്സാകണം. അതിന് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും നമ്മളെ ബാങ്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ഓഫീസറായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് പഠിക്കാനായിട്ട് നമുക്ക് ഒരു ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നുകിൽ നമ്മളുടെ കയ്യിൽ ഫീക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷണൽ ലോൺ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ സ്റ്റൈഫൻഡ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇത് പഠിക്കുന്ന ടൈമിൽ നമുക്ക് എത്രയാണ് സ്റ്റൈഫൻഡ് എന്ന് നോക്കാം. ഡ്യൂറിംഗ് ദി ക്ലാസ് റൂം ട്രെയിനിങ് പീരീഡ് ഓഫ് 9 months, ദി കാൻഡിഡേറ്റ് ഷാൽ ബി പെയ്ഡ് എ സ്റ്റൈഫൻഡ് ഓഫ് ₹2500 per month. ആദ്യത്തെ 9 മാസം 2500 വീതവും. അതേപോലെ ഓൺ ജോബ് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിന് 10,000 രൂപയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, സ്റ്റൈഫൻഡ് കിട്ടുക. Okay, the candidate shall be absorbed in junior management grade scale 1 after the completion of their training program. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്.
ഓക്കെ, ഇനി ദി കാൻഡിഡേറ്റ് വിൽ ബി ഓൺ പ്രൊബേഷൻ പീരീഡ് ഫോർ 2 years. നമ്മൾ 2 വർഷത്തേക്ക് എന്തിലായിരിക്കും? പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഇനി എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മളൊരു ഡീസൻറ്റ് ക്രെഡിറ്റ് ഹിസ്റ്ററി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ജോയിൻ ടൈമിലേക്ക് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ലതായിരിക്കണം. നോക്കിക്കേ, ദി കാൻഡിഡേറ്റ്സ് അപ്ലൈ ഷാൽ എൻഷുർ ദാറ്റ് ദി മെയിൻറ്റെയിൻ എ ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി ആൻഡ് ഷാൽ ഹാവ് എ മിനിമം സിബിൽ സ്കോർ ഓഫ് 650 or above at the time of joining. എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ജോയിൻ ചെയ്യുന്ന സമയത്തേക്ക് മിനിമം 650 or above എന്തുണ്ടായിരിക്കണം? നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. The candidates applying shall ensure that they maintain a healthy credit history and shall having a minimum CIBIL score of 650 or above at the time of joining. The minimum credit score will be as per the policy of the Central Bank of India. അപ്പം ഇപ്പോൾ 650 പറഞ്ഞു, പിന്നെ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസിക്ക് അനുസരിച്ചിട്ടായിരിക്കും എത്രയായിരിക്കും എന്നുള്ളത്. ഇനി നോ ബാങ്ക് അക്കൗണ്ട് ഷാൽ നോട്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് സിബിൽ സ്കോർ. ഇനിയിപ്പം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ സിബിൽ സ്കോർ എന്ത് ചെയ്യേണ്ടി വരത്തില്ല? പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? നമുക്കറിയാം, നമ്മുടെ ബാങ്കിന്റെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് നമ്മളുടെ SC ST PWBD കാൻഡിഡേറ്റ്സിന് 150 രൂപയും ബാക്കി എല്ലാവർക്കും എത്രയായിരിക്കും? 750 rupees ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആൻഡ് നമുക്ക് നമ്മളുടെ ഒഫീഷ്യൽ സൈറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് centralbankofindia.co.in വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും കുറേ ആസ്പിറൻസിന് ഡൗട്ട് ഉണ്ട്. നമുക്ക് കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. നമുക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ വരുന്നത് നോക്കിക്കേ, കോഴിക്കോട്, ട്രിവാൻഡ്രം ആൻഡ് എറണാകുളം. കോഴിക്കോടും ട്രിവാൻഡ്രത്തും എറണാകുളത്തും നമുക്ക് എക്സാമിനേഷൻ സെന്റർ വരുന്നുണ്ട്. സോ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഒരുപാട് ആസ്പിറൻസിന് ഡൗട്ട് ഉണ്ട്, ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യണോ? ഇത്രയും പേയ്മെന്റ് ഒക്കെ കൊടുക്കണ്ടേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷനിലാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാം ക്രാക്ക് ചെയ്യാൻ ഇപ്പൊ ഇനി വരാൻ പോകുന്ന നമുക്ക് RRB വരാനുണ്ട്, IBPS വരാനുണ്ട്, അല്ലെ? അപ്പൊ ഇതിനെല്ലാത്തിനും നമ്മൾ എക്സാം എഴുതി പരിശീലിക്കുന്നത് നല്ലതാണ്. ഇതൊരു ബൾക്ക് വേക്കൻസി ആണ്, പിന്നെ നല്ല പോസ്റ്റും ആണ്, അല്ലെ? ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. നമ്മളൊരു കോഴ്സ് പഠിക്കണം. ഇപ്പം നമുക്ക് ലോൺ എന്തായാലും നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ എല്ലാവരും പോകണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ എക്സാം എഴുതി അത് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഇതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് അയക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ വേണ്ട. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഇപ്പം നമ്മളുടെ സൈലം ബാങ്കിങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കോഴ്സാണ് അൾട്ടിമേറ്റ് ബാങ്കർ 2025. ഈ വർഷം വരാനിരിക്കുന്ന എല്ലാ ബാങ്ക് എക്സാംസിനും വേണ്ടിയിട്ട് ഒരൊറ്റ ബാച്ച്, അത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയാ, നമ്മളുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യുക? നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ ക്ലാസ് ജനുവരി 29 സ്റ്റാർട്ടായി. ജസ്റ്റ് ഒരു ക്ലാസ് ഇൻട്രൊഡക്ഷൻ ഒക്കെ മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ എല്ലാത്തിന്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസ് തൊട്ട് തന്നെ ആയിരിക്കും എടുക്കുക. ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ബേസ് തൊട്ട് പഠിപ്പിക്കും. ഉറപ്പായിട്ടും നമ്മൾ ബേസ് തൊട്ട് പഠിപ്പിക്കും. അത് ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ, അല്ലെങ്കിൽ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത് സമയം കളയണ്ട. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതായത് സൈലം ബാങ്കിങ് ടീം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫീ വരുന്നത് 11,999 ആണ്. അപ്പൊ നമ്മളുടെ ഒരു വലിയൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മാത്രം കരുതിയാൽ മതി. ഇനി നമ്മൾ ഏറ്റവും അഭിമാനത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത നമ്മളുടെ ബാച്ചാണ് മിഷൻ സൈനിക് ബാങ്കർ 2025. എക്സ്ക്ലൂസീവ് ആയിട്ട് എക്സ് സർവീസിന് വേണ്ടിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ചാണ്. അപ്പൊ നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 12-നാണ്. അപ്പോൾ ഉറപ്പായിട്ടും എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഈ വർഷം റിട്ടയർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതണം എന്ന് ചിന്തിക്കുന്ന എല്ലാ ആസ്പിറൻസും, എല്ലാ എക്സ് സർവീസ് ആസ്പിറൻസും ഉറപ്പായിട്ടും നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബേസ് മുതലെടുക്കും. ഞങ്ങൾക്കറിയാം 15 വർഷത്തിന് ശേഷം ആയിരിക്കുമല്ലോ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 15 വർഷം ഒന്നും നോക്കിയിട്ടുണ്ടായിരിക്കില്ല, ടച്ച് എല്ലാം പോയിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയും പഠിച്ചാൽ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. അത്രയ്ക്ക് ബേസിൽ നിന്നായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് പോകുന്നത്. സോ ഉറപ്പായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. ഓൾ ദി ബെസ്റ്റ്.